ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൽ ഹോപ്പിറ്റൽസ് റൂളാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ പ്രൂഫ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ തിയറം കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം ലെങ്തി ആയിട്ട് തോന്നും, എങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ നിങ്ങൾക്ക് ഈ തിയറത്തെ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. So, L Hopital's rule. Suppose f and g are real and differentiable in open interval AB, and g dash of x not equal to 0 for all x belongs to open interval AB. Suppose f dash of x by g dash of x tends to a as x tends to a. If f of x tends to 0 and g of x tends to 0 as x tends to a, or if g of x tends to infinity as x tends to a, then f of x by g of x tends to a as x tends to a. The analogous statement is also true if x tends to b or g of x tends to minus infinity. അതായത് തിയറം എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ എഫും ജിയും റിയൽ ആൻഡ് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള രണ്ട് ഫങ്ഷൻസ് ആണ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ആൻഡ് ഈ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഏതൊരു പോയിൻ്റ് എക്സ് എടുത്താലും ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ നമ്മളൊരു കാര്യം സപ്പോസ് ചെയ്യാണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജെ ഡാഷ് ഓഫ് എക്സ് ടെൻഡ് ചെയ്യാണ് എയിലേക്ക് ആസ് എക്സ് ടെൻസ് ടു എ. ടെൻഡ് ചെയ്യാണ് ക്യാപിറ്റൽ എയിലേക്ക് ആസ് എക്സ് ടെൻസ് ടു സ്മോൾ ലെറ്റർ എ. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നത് ഇഫ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും 0യിലേക്ക് ടെൻഡ് ചെയ്യാണ് ആസ് എക്സ് ടെൻസ് ടു എ, അല്ലെങ്കിൽ ജി ഓഫ് എക്സ് ടെൻഡ് ചെയ്യാണ് ഇൻഫിനിറ്റിയിലേക്ക് ആസ് എക്സ് ടെൻസ് ടു എ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എയിലോട്ട് ടെൻഡ് ചെയ്യും ആസ് എക്സ് ടെൻസ് ടു എ. അതായത് നമുക്ക് കാണിക്കാനുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ആയിരിക്കും എന്നാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഇനി പറയുന്നത് ഇപ്പോൾ ദ അനലോഗസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ ട്രൂ ഇഫ് എക്സ് ടെൻസ് ടു ബി ഓർ ജി ഓഫ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എക്സ് ടെൻസ് ടു എക്ക് പകരം എക്സ് ടെൻസ് ടു ബി ആയാലും ഇവിടെ ജി ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു, അതിന് പകരം മൈനസ് ഇൻഫിനിറ്റി ആയാലും ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. സോ നമുക്ക് പ്രൂഫ് നോക്കാം. We have to prove f of x by g of x tends to a as x tends to a. അതായത് നമുക്ക് കാണിക്കാനുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എ ആണ് എന്നാണ് നമുക്ക് കാണിക്കാനുള്ളത്. ദാറ്റ് ഈസ് വി ഹാവ് ടു ഷോ. നമ്മളിപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എ എന്ന് എഴുതി. ഈ ലിമിറ്റിൻ്റെ ഡെഫിനീഷൻ പ്രകാരം ആ പറഞ്ഞ കാര്യത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ എവറി ആപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists delta greater than 0 such that modulus of f of x by g of x minus a less than epsilon whenever modulus of x minus a less than delta. അതായത് നമുക്ക് കാണിക്കാനുള്ളത് എന്താണ്, ഏതൊരു ആപ്സിലോൺ എടുത്താലും നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കും സച്ച് ദാറ്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. ഇനി ഈ കണ്ടീഷനെ നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ മോഡുലസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a minus epsilon less than f of x by g of x less than a plus epsilon whenever modulus of x minus a less than delta. ഇവിടെ എക്സ് നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ നിന്നാണ്. ഈ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് ഡെൽറ്റ. പക്ഷേ ഇവിടെ എക്സ് എടുക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ നിന്നാണ്. സോ ഈ എ മൈനസ് ഡെൽറ്റ തൊട്ടിട്ട് എ വരെയുള്ള എക്സുകൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതായത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ വെർ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് വെച്ചാൽ എന്താണ്? എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് ഡെൽറ്റയാണ്. നമ്മുടെ കണ്ടീഷൻ എന്തായി? എ മൈനസ് ആപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ എ പ്ലസ് ആപ്സിലോൺ whenever a less than x less than a plus delta. ഓക്കെ, ഇനി ലെറ്റ് ചെയ്യുക ആപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് നമ്മൾ എടുക്കുക. ഇനി നമ്മൾ രണ്ട് കേസായിട്ടാണ് ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. സോ
സോ കേസ് 1, ഇഫ് നമ്മൾ എക്കൊരു റെസ്ട്രിക്ഷൻ കൊടുക്കുകയാണ്, അതായത് ഇഫ് എ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ, അതായത് എ മൈനസ് ഇൻഫിനിറ്റിയോ അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് റിയൽ നമ്പറോ ആണെന്ന് നമ്മൾ എടുക്കുക. ചൂസ് ചെയ്യുക ഒരു റിയൽ നമ്പർ ക്യൂ സച്ച് ദാറ്റ് ക്യൂ ഈക്വൽ ടു എ പ്ലസ് ആപ്സിലോൺ. നമ്മളൊരു റിയൽ നമ്പർ ക്യൂ എടുക്കുകയാണ്. എങ്ങനെയാണ്? എയോട് ആപ്സിലോൺ ആഡ് ചെയ്തതാണ് ക്യൂ. സോ അങ്ങനെയാണെങ്കിൽ എന്താണ്? എ ലെസ് ദാൻ ക്യൂ ആയിരിക്കുമല്ലോ, അതായത് എയോട് ആപ്സിലോൺ ആഡ് ചെയ്തതാണ് ക്യൂ. ഇവിടെ ആപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണ്. ദെർഫോർ നമുക്ക് എന്ത് പറയാം? എ ലെസ് ദാൻ ക്യൂ ആണെന്ന് പറയാം. സിൻസ് എ ലെസ് ദാൻ ക്യൂ, ബൈ ഡെൻസിറ്റി തിയറം പ്രകാരം നമുക്കറിയാം ഏത് രണ്ട് റിയൽ നമ്പർ എടുത്താലും അവയ്ക്കിടയിൽ ഒരു റാഷണൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് പറയാം ഈ എക്കും ക്യൂവിനും ഇടയിലൊരു 6 റാഷണൽ നമ്പർ ആയിട്ടുള്ള ഒരു 6 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ആ 6 ഈക്വൽ ടു എ പ്ലസ് ആപ്സിലോൺ 1 എന്ന് കൊടുത്തു. ഫോർ സം ആപ്സിലോൺ 1 ഗ്രേറ്റർ ദാൻ 0 വിത്ത് ആപ്സിലോൺ 1 ലെസ് ദാൻ ആപ്സിലോൺ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ആപ്സിലോൺ 1 ലെസ് ദാൻ ആപ്സിലോൺ ആയതെന്ന്. കാരണം ക്യൂ എന്ന് പറയുന്നത് എനേക്കാൾ വലുതാണ്, എ പ്ലസ് ആപ്സിലോൺ ആണ്, പിന്നെ ആറിനേക്കാൾ വലുതുമാണ്. അപ്പോൾ എയിൽ നിന്ന് ക്യൂവിലേക്ക് എത്താൻ ആപ്സിലോൺ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആറ് ക്യൂവിനേക്കാൾ ചെറുതാണ്, അപ്പോൾ ആപ്സിലോൺ 1നേക്കാൾ ചെറുതായിട്ടുള്ളൊരു നമ്പർ കൊണ്ട് നമുക്ക് ആഡ് ചെയ്താൽ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് ഈ ആപ്സിലോൺ 1 ലെസ് ദാൻ ആപ്സിലോൺ ആയത്. Given f dash of x by g dash of x tends to a as x tends to a, നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ സപ്പോസ് ചെയ്തിട്ടുണ്ട് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ടെൻഡ് ചെയ്യുന്നുണ്ട് എയിലേക്ക് ആസ് എക്സ് ടെൻസ് ടു എ. നമ്മൾ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സപ്പോസ് വെച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എ. നമ്മൾ ലിമിറ്റിൻ്റെ ആ ഡെഫിനിഷൻ പ്രകാരം എഗെയിൻ എഴുതുകയാണ്. For every epsilon greater than 0, there exists delta greater than 0 such that modulus of f dash of x by g dash of x minus a less than epsilon whenever modulus of x minus a less than delta. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ f of x by g of x ആണെങ്കിൽ ഇവിടെ f dash of x by g dash of x ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a minus epsilon less than f dash of x by g dash of x less than a plus epsilon whenever a minus delta less than x less than a plus delta. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലാണ്. സോ നമുക്ക് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് ഡെൽറ്റ കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് എ മൈനസ് ആപ്സിലോൺ ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ എ പ്ലസ് ആപ്സിലോൺ വെനെവർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് ഡെൽറ്റ. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ പെർട്ടിക്കുലർ കറസ്പോണ്ടിങ് ടു ആപ്സിൽ, ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? ഏതൊരു ആപ്സിലോൺ, ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഫോർ എവറി ആപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. സോ ഇവിടെ ഏതൊരു ആപ്സിലോൺ എടുത്താലും, അപ്പോൾ നമ്മൾ ആപ്സിലോണായിട്ട് നേരത്തെ നമ്മളെടുത്ത ആപ്സിലോൺ 1 അത് കൺസിഡർ ചെയ്യാം, എന്നിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഏതൊരു ആപ്സിലോൺ എടുത്താലും നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കും സച്ച് ദാറ്റ് ഈ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഈ ആപ്സിലോണിന് പകരം നമ്മൾ ആപ്സിലോൺ 1 നേരത്തെ എടുത്ത ആപ്സിലോൺ 1 വെച്ചിട്ട് ഇതൊന്നും കൂടി എഴുതുകയാണ്. ആ എഴുതിയതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ പെർട്ടിക്കുലർ കറസ്പോണ്ടിങ് ടു ആപ്സിലോൺ 1 ഗ്രേറ്റർ ദാൻ 0 there exists delta greater than 0 such that ഈ ആപ്സിലോൺ ഉള്ളിടത്തൊക്കെ ആപ്സിലോൺ 1 കൊടുക്കുക. സച്ച് ദാറ്റ് എ മൈനസ് ആപ്സിലോൺ 1 ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ എ പ്ലസ് ആപ്സിലോൺ 1 വെനെവർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് ഡെൽറ്റ. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണ്. ഇനി നമ്മൾ ഈ എ പ്ലസ് ആപ്സിലോൺ 1ന് 6 കൊടുക്കുക. നമ്മൾ നേരത്തെ ആർ ഈക്വൽ ടു എ പ്ലസ് ആപ്സിലോൺ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ 6 കൊടുക്കുക. ആൻഡ് ഈ എ പ്ലസ് ഡെൽറ്റയ്ക്ക് നമ്മൾ സി എന്നും കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാകും? ഇവിടെ നിന്ന് എഫ് ഡാഷ് ഓഫ് എക്സ്, ഈ എ മൈനസ് ആപ്സിലോൺ 1 നോക്കണ്ട, ഈ ഭാഗം നോക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ എ പ്ലസ് ആപ്സിലോൺ 1 പകരം 6 എഴുതി. വെനെവർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് ഡെൽറ്റയ്ക്ക് നമ്മൾ സി കൊടുത്തു, സി. അപ്പോൾ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക.
ഓക്കെ, ഇനി നോക്കുക, ഇവിടെ നമ്മൾ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡെൻസിറ്റി തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം, ഒരു y നമുക്ക് ഈ എക്സിൻ്റെയും സിൻ്റെയും ഇടയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊരു രണ്ട് റിയൽ നമ്പർ എടുത്താലും നമുക്കൊരു റാഷണൽ നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഡെൻസിറ്റി തിയറം പ്രകാരം നമുക്കൊരു y കണ്ടുപിടിക്കാൻ സാധിക്കും സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ സി. ആൻഡ് എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഫും ജിയും കണ്ടിന്യൂസ് ആയിരിക്കും ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഓപ്പൺ ഇൻ്റർവെൽ എ ബി എടുക്കുക, ഈ എക്സും വൈയും ഒക്കെ ആ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയുടെ ഉള്ളിൽ വരുന്ന പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഈ എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ, കണ്ടിന്യൂസ് ആണ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഫും ജിയും കണ്ടിന്യൂസ് ആണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എക്സ് വൈയിലും, ആൻഡ് എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണ് ഓപ്പൺ ഇൻ്റർവെൽ എക്സ് വൈയിലെന്ന് പറയാം. ഇവിടെ കണ്ടിന്യൂസ് അല്ല, ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ എഫും ജിയും കണ്ടിന്യൂസ് ആണ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എക്സ് വൈയിലും, ആൻഡ് എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണ് ഓപ്പൺ ഇൻ്റർവെൽ എക്സ് വൈയിലും. എ ബിയിലായ കാരണം നമ്മളത് എക്സ് വൈയിലും അത് സാറ്റിസ്ഫൈ ചെയ്യും എന്ന് എഴുതിയതാണിത്, പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ നമുക്ക് ജനറലൈസ്ഡ് മീൻ വാല്യൂ തിയറം ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ എഫും ജിയും എന്താണ്, കണ്ടിന്യൂസും ആണ് ഡിഫറൻഷ്യബിൾ ആണെന്നൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ ജനറലൈസ്ഡ് മീൻ വാല്യൂ തിയറം പ്രകാരം ദർ എക്സിസ്റ്റ് ടി ബിലോങ്സ് ടു എക്സ് വൈ, ഇവിടെ എടുക്കുന്ന ഇൻ്റർവെൽ എക്സ് വൈ ആയ കാരണമാണ് ദർ എക്സിസ്റ്റ് ടി ബിലോങ്സ് ടു എക്സ് വൈ സച്ച് ദാറ്റ് മീൻ വാല്യൂ തിയറം പ്രകാരം കിട്ടുന്ന ഇക്വേഷനാണിത്. എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഇൻറ്റു ജി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ എഫ് ഡാഷ് ഓഫ് ടി. ഓക്കെ, ദാറ്റ് ഈസ് ഇനി ഈ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ജി ഡാഷ് ഓഫ് ടീനെ ആ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി ബൈ ജി ഡാഷ് ഓഫ് ടി ലെസ് ദാൻ ആർ. ഈ ലെസ് ദാൻ ആർ എങ്ങനെ കിട്ടി, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ് വൈ എന്നുള്ള ഇൻ്റർവെല്ലാണ്. ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കിട്ടിയിട്ടുണ്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ആർ ആണ്. ദെന്നവർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി ആക്കുമ്പോൾ എക്സ് എക്കും സിക്കും ബിറ്റ്വീൻ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ആർ ആണെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ ടി എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്, എക്കും സിക്കും ഇടയിലാണ് അല്ലേ. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞത് എക്സ് എക്കും സിക്കും ഇടയിലാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ആർ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ടി വരുന്നത് എവിടെയാണെന്ന് നോക്കുക, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ സി ആണ് അല്ലേ. ടി നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ് വൈയിലാണ്, അതായത് എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ വൈ. സോ ഈ ടി എവിടെയാണ്, എയുടെയും സിയുടെയും ഇടയിലാണല്ലോ. സോ ഇക്വേഷൻ നമ്പർ 1 പ്രകാരം നമുക്ക് എന്ത് കിട്ടും, എഫ് ഡാഷ് ഓഫ് ടി ബൈ ജി ഡാഷ് ഓഫ് ടി ലെസ് ദാൻ ആർ ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആയോ? That is f of x minus f of y by g of x minus g of y less than r whenever a less than x less than y less than c. ഇതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യനിലല്ല തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ കേസായിട്ട് എഴുതാം. ആദ്യത്തെ കേസിൽ ഇഫ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു 0 ആൻഡ് ജി ഓഫ് എക്സ് ടെൻസ് ടു 0 ആസ് എക്സ് ടെൻസ് ടു എ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും 0യിലേക്ക് ടെൻഡ് ചെയ്യാണ് ആസ് എക്സ് ടെൻസ് ടു എ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തുണ്ടാവും, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഈ ന്യൂമറേറ്ററിൽ എഫ് ഓഫ് എക്സ് 0 ആവും, ഡിനോമിനേറ്ററിൽ ജി ഓഫ് എക്സ് 0 ആവും. സോ നമ്മൾ ലിമിറ്റിൻ്റെ കേസാണ് പറയുന്നത്, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ് ടെൻസ് ടു 0 ചെയ്യുമ്പോൾ ഇക്വേഷൻ 2 എന്തായിട്ട് മാറും, എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ. ആർ ലെസ് ദാൻ ക്യൂ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ കെ, വേർ എ ലെസ് ദാൻ
വൈ ലെസ് ദാൻ സി. മനസ്സിലായോ? ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഇത് രണ്ടാമത്തെ കണ്ടീഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇഫ് ജി ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് എക്സ് ടെൻസ് ടു എ. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നോക്കുക. ദെൻ കീപ്പിംഗ് വൈ ഫിക്സ്ഡ് ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ൽ എന്തായിരുന്നു? എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ സി അല്ലേ? ഇക്വേഷൻ 2 ആണിത്. ഇതിൽ നമ്മൾ വൈനെ ഫിക്സ് ചെയ്യാം. ഓക്കെ, വൈനെ നമ്മൾ ഫിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു C1 ബിലോങ്സ് ടു എ സി കണ്ടുപിടിക്കാൻ സാധിക്കും, സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് വൈ ആൻഡ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ C1. അതായത് നമ്മൾ വൈനെ ഫിക്സ് ചെയ്യാണ് ഇക്വേഷൻ നമ്പർ 2ൽ. അതായത് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ സിയിൽ നമ്മൾ വൈനെ ഫിക്സ് ചെയ്തു. ആ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ജി ഓഫ് വൈ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ആ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ജി ഓഫ് വൈ ഉണ്ട്. നമ്മൾ പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ എ സിയിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ജി ഓഫ് വൈ ഉണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ് എയിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സ് ഇൻഫിനിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജി ഓഫ് എക്സ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ജി ഓഫ് വൈ ഉണ്ട്. സോ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ്, ഈ എ സിയിൽ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ്, ആ പോയിൻ്റ് നമുക്ക് C1 എന്ന് പറയാം. ആ പോയിൻ്റ് എടുത്താൽ അവിടെ നിന്ന് അങ്ങോട്ട് ജി ഓഫ് എക്സ് ഇങ്ങനെ കൂടുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, വിചാരിക്കുകയല്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജി ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണല്ലോ. അപ്പോൾ ആ പെർട്ടിക്കുലർ പോയിൻ്റ് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ പോയിൻ്റ് തൊട്ടിട്ട് എന്താണ് നമ്മൾ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ C1 എന്നുള്ള ഇൻ്റർവെൽ എടുത്താൽ ജി ഓഫ് എക്സ് ഈ ജി ഓഫ് വൈനേക്കാൾ വലുതായിരിക്കും ഈ ഇൻ്റർവെൽ എടുത്താൽ. കാരണം ജി ഓഫ് എക്സ് ഇൻക്രീസ് ചെയ്യാണ്. നമ്മുടെ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളാണ് ജി ഓഫ് വൈ. അപ്പോൾ ഈ ജി ഓഫ് വൈനേക്കാൾ കൂടുതലായിരിക്കും ജി ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ആ ഒരു ഇൻ്റർവെല്ലാണ് നമ്മൾ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ C1 ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിലും ഒരു 2-3 തവണ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംഭവം ക്ലിക്കാവും. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് ആൻഡ് ജി ഓഫ് വൈ ജി ഓഫ് എക്സിനേക്കാൾ ചെറുതുമാണ്. അപ്പോൾ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ആൻഡ് ജി ഓഫ് എക്സും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദെർഫോർ നമുക്ക് എന്ത് പറയാം? ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എന്ന് പറയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? മൾട്ടിപ്ലൈ ചെയ്യുക both sides of equation 2 by g of x minus g of y by g of x. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ 2നെ ഈ ടേം കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. നമ്മൾ ഈ ഇക്വേഷന് ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ഈ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ക്യാൻസലായി പോവും. പിന്നെ ഇവിടെ എന്ത് വരും? ആർ ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ് വരും. ഇവിടെ നമുക്ക് ഒരു ജി ഓഫ് എക്സും കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വി ഗെറ്റ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ആർ ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ്. ഇത് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് മൈനസ്, അതായത് ജി ഓഫ് എക്സിന് ഓരോ ടൈമിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. അതായത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ആർ. ഇനി ജി ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് 1 മൈനസ് ജി ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ഈ മൈനസ് എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ് രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 ആയിട്ട് പോകും. ലെസ് ദാൻ ആർ മൈനസ് ഇത് ഓപ്പൺ ചെയ്യുക, ആർ മൈനസ് ആർ ഇൻറ്റു ജി ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ് പ്ലസ് നമ്മൾ ആഡ് ചെയ്ത് എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ് വേർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ C1. നമ്മളിവിടെ എടുക്കുന്നത് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ C1 ആണ്. Okay, now again keeping y fixed and
g of x tends to infinity and x tends to a, then we can find a c2 belongs to a c1 such that f of x by g of x less than q where a less than x less than c2. അതായത് നമ്മൾ നേരത്തെ y ഫിക്സ് ചെയ്തിട്ട് ഈ ജി ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് എക്സ് ടെൻസ് ടു എ ചെയ്തപ്പോൾ നമുക്ക് c1 കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ജി ഓഫ് വൈ കിട്ടി, അത് ജി ഓഫ് എക്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതേ പ്രോസസ്സ് നമ്മളിവിടെ ചെയ്യുമ്പോൾ നമുക്ക് c2 കിട്ടും. സോ ഇനി എന്ത് വേണം? ഇവിടെ ജി ഓഫ് എക്സ് ടെൻഡ് ചെയ്യാണ് ഇൻഫിനിറ്റിയിലോട്ട്. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയേ, ഇവിടെ ആർ എച്ച് എസിൽ ഈ ജി ഓഫ് എക്സും ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ഈ രണ്ട് ടേമും 0 ആയിട്ട് പോകും. അപ്പോൾ ആർ എച്ച് എസിൽ ആറ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ആർ. ഈ ആർ ലെസ് ദാൻ ക്യൂ ആണല്ലോ, അപ്പോൾ ലെസ് ദാൻ ക്യൂ എന്ന് നമുക്ക് എഴുതാം. ഇവിടെ എക്സ് എടുക്കുന്നത് ഇവിടെ നിന്നാണ്, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ c2 നിന്നാണ്. ഇത് നമ്മൾ ഇക്വേഷൻ 4 എന്നും കൊടുത്തു. ഇനി നമ്മൾ ഇക്വേഷൻ 3യും 4ഉം കമ്പൈൻ ചെയ്യണം. ഇക്വേഷൻ 3ൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് വൈ ലെസ് ദാൻ ക്യൂ ഫോർ ഓൾ എ ലെസ് ദാൻ വൈ ലെസ് ദാൻ സി ആണ്. ഇക്വേഷൻ 4ൽ എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് വൈ ലെസ് ദാൻ ക്യൂ ഫോർ ഓൾ എ ലെസ് ദാൻ വൈ ലെസ് ദാൻ c2 ആണ്. c2 ലെസ് ദാൻ സി ആണ്. അപ്പോൾ രണ്ട് കേസും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റുക? there exists a c2 belongs to a c1 such that f of x by g of x less than q where a less than x less than c2 അല്ലേ? ഇക്വേഷൻ 3ൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് വൈ ലെസ് ദാൻ ക്യൂ ആണ്, എ ലെസ് ദാൻ വൈ ലെസ് ദാൻ സി. ഇക്വേഷൻ 4ൽ എന്താ പറഞ്ഞത്? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ക്യൂ, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ c2. ഇവിടെ എക്സും വൈയും നോക്കണ്ട, ജസ്റ്റ് വേരിയബിളായിട്ട് നമ്മൾ എക്സ് വൈ അത് ഏതായാലും കുഴപ്പമില്ല. സോ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ക്യൂ, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ c2. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ c2 എന്ന് പറയുന്നത് നമ്മൾ എ പ്ലസ് ഡെൽറ്റ 1 ആയിട്ടും ഫോർ സം ഡെൽറ്റ 1 ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് എഴുതുക. ഓക്കെ, here c2 equal to a plus delta 1 for some delta 1 greater than 0. ഇനി നെക്സ്റ്റ് നമുക്ക് കേസ് 2 കൺസിഡർ ചെയ്യാം. കേസ് 2ൽ നമ്മൾ p ഈക്വൽ ടു എ മൈനസ് ആപ്സിലോൺ എന്ന് ആദ്യം തന്നെ എടുത്തു വയ്ക്കാം. കേസ് 1ൽ നമ്മൾ എക്ക് റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കേസ് 2ലും നമ്മൾ എന്ത് ചെയ്യാണ്? എക്ക് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുകയാണ്. ഇഫ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എ ലെസ് ദാൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. ഇവിടെ എ പ്ലസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് റിയൽ നമ്പർ ആകാം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പി ലെസ് ദാൻ എ ആണ്. അവിടെ ക്യൂ നമ്മൾ എനേക്കാൾ വലുതാണ് എടുത്തത്. ഇവിടെ നമ്മൾ പി ആണ് എടുക്കുന്നത്. പി എന്ന് പറയുന്നത് എനേക്കാൾ ചെറുതാണ്. കാരണം എന്താ? എയിൽ നിന്ന് എപ്സിലോൺ കുറയ്ക്കുന്നതാണ് പി. സിമിലർലി നമ്മൾ അവിടെ ക്യൂ എടുത്തപ്പോൾ എനേക്കാൾ വലിയൊരു ക്യൂ നമ്മൾ എടുത്തപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പൊക്കെ ചെയ്ത് ഫൈനലി നമുക്കൊരു എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? ഒരു c2 കിട്ടിയിട്ടുണ്ടായിരുന്നു, എ പ്ലസ് ഡെൽറ്റ 1 പറഞ്ഞിട്ട്. ആ സെയിം സ്റ്റെപ്സ് ചെയ്യുമ്പോൾ അതേപോലെ ചെയ്യുമ്പോൾ അത് നമ്മളിവിടെ എഴുതുന്നില്ല, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. സെയിം സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വി ക്യാൻ സിമിലർലി ഫൈൻഡ് c3 സച്ച് ദാറ്റ് അവിടെ നമുക്ക് കിട്ടിയത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ക്യൂ ആണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? പി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് വേർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ c3. ഓക്കെ, ഇവിടെ c3 എന്ന് പറയുന്നത് എ പ്ലസ് ഡെൽറ്റ 2 ആണ്. അവിടെ c2 എ പ്ലസ് ഡെൽറ്റ 1 ആണ് ഫോർ സം ഡെൽറ്റ 2 ഗ്രേറ്റർ ദാൻ 0. ഇനി എന്ത് ചെയ്യാണ്? ചൂസ് ചെയ്യുക ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഡെൽറ്റ 1 ഡെൽറ്റ 2. ഈ ഡെൽറ്റ 1ലും ഡെൽറ്റ 2ലും ഏതാണോ മിനിമം അതിനെ നമ്മൾ ഡെൽറ്റ ആയിട്ട് എടുത്തു. ഇവിടെ ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഡെൽറ്റ 1 ഡെൽറ്റ 2 ആണ്. സോ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഡെൽറ്റ 2 ഗ്രേറ്റർ അല്ല, ഡെൽറ്റ 2 ഗ്രേറ്റർ ദാൻ 0 ആണ്. പക്ഷെ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ദെൻ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. ഓക്കെ, ഇനി ഈ രണ്ട് കേസിൽ നിന്നും നമുക്ക് ആദ്യം കിട്ടി പി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ആദ്യം കിട്ടി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ക്യൂ ആണ് എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു.
വിത്ത് റെസ്ട്രിക്ഷൻ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് ഡെൽറ്റ ആണ്. രണ്ടാമത്തെ കേസിൽ പി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ്. വിത്ത് കണ്ടീഷൻ നോട്ട് കണ്ടീഷൻ വേർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ C3. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 വെച്ച് എഴുതുകയാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യില്ലേ. ഡെൽറ്റ 1 ആകുമ്പോൾ ഫസ്റ്റത്തെ കേസും ഡെൽറ്റ 2 ആകുമ്പോൾ സെക്കൻഡ് കേസും ആണെങ്കിൽ അതിൽ മിനിമം ഡെൽറ്റ എടുത്തിട്ട് നമ്മൾ ഈ കണ്ടീഷൻ എഴുതുകയാണെങ്കിൽ, അതായത് ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യും. പി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ക്യൂ ദെൻ അവർ എക്സ് ബിലോങ്സ് ടു എ പ്ലസ് ഡെൽറ്റ. ഓക്കെ ആണോ? അതായത് പി എന്ന് പറയുന്നത് എ മൈനസ് എപ്സിലോൺ ആണ്. ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ക്യൂ എ പ്ലസ് എപ്സിലോൺ ആണ് വെന്നവർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ പ്ലസ് ഡെൽറ്റ. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ വെന്നവർ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ വിത്ത് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ. ഈ വിത്ത് വേണം, അല്ലെങ്കിൽ തെറ്റിപ്പോവില്ലേ നമ്മുടെ റെസ്ട്രിക്ഷൻ. സോ നമ്മളത് എഴുതി. അതായത് ഇത് ലിമിറ്റിൻ്റെ ഡെഫിനീഷൻ പ്രകാരമുള്ളതാണ്. ഇത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എ. അതായത് ആസ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ടെൻസ് ടു എ. ഇതെല്ലാം നമുക്ക് കാണിക്കാനുണ്ടായിരുന്നത്. അതായത് എക്സ് എയിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എയിലോട്ട് ടെൻഡ് ചെയ്യുന്നു. ഇതാണ് എൽ ഹോപ്പിറ്റൽസ് റൂളിൻ്റെ പ്രൂഫ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.